എൻ്റെ ബേക്കിങ്ങിൽ എന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചിട്ടുള്ളതും സങ്കടപ്പെടുത്തിയിട്ടുള്ളതായ കേക്കാണ് കേട്ടോ റെഡ് വെൽവെറ്റ്. കാരണം ഒരിക്കലും എനിക്ക് എൻ്റെ സ്പഞ്ച് റെഡിയായിട്ട് വരത്തില്ലായിരുന്നു, പൊങ്ങി വരത്തില്ലായിരുന്നു സ്പഞ്ച്. അങ്ങനെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് 2-3 തവണയൊക്കെ സ്പഞ്ച് ഉണ്ടാക്കിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഓർഡറിന് വേണ്ടിയിട്ട്. അവസാനം യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്കൊരു റെസിപ്പി കിട്ടി കേട്ടോ. അങ്ങനെ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ. ആദ്യമേ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇത്ര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടണേ. നല്ലോണം ഒന്ന് 3 തവണ അരിച്ച് മാറ്റി വെക്കുക. എന്നിട്ടൊന്ന് മിക്സും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് ഒരു ബൗളിലേക്ക് 4 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട്. എന്നിട്ട് പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 2-3 ബാച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ട് ഈ പഞ്ചസാര മുഴുവൻ ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ടൊന്ന് മുഴുവൻ മെൽറ്റായി കഴിയുമ്പം 2, 3, 4, 5 അങ്ങനെയുള്ള ഹൈ സ്പീഡ് വരെ നമ്മൾ ഇട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുക. നല്ല രീതിയിൽ അടിച്ചെടുത്ത് ഇത് നല്ല രീതിയിൽ പൊങ്ങി ഇതുപോലെ വൈറ്റ് കളറിൽ കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് റിബൺ കൺസിസ്റ്റൻസിയിൽ വരും. അത് നമ്മൾ അടിക്കുന്ന ബീറ്റർ പോകുന്ന കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ കൺസിസ്റ്റൻസി. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇനി ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ട് മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഫസ്റ്റ് സ്പീഡിലിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ഓയിൽ എല്ലായിടത്തും ആകുന്ന രീതിയിൽ. എന്നിട്ട് ഞാൻ ഒരു കുക്കറിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കർ അടുപ്പത്ത് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ കേക്ക് ബാക്കി സെറ്റ് ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് ചൂടായി കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ അടിച്ചെടുത്ത ബാറ്റർ ഉണ്ടല്ലോ, അതൊരു സ്പാച്ചുല കൊണ്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. സൈഡിലായതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം അരിച്ച് വെച്ച മൈദ ഉണ്ടല്ലോ, ആ മൈദ കുറച്ച് 2-3 ബാച്ചായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആദ്യമേ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലോ അല്ലെ പതുക്കെ മാത്രം മിക്സ് ചെയ്യുക. ചറപറാന്ന് മിക്സ് ചെയ്യരുത്, കേക്കിൻ്റെ ബാറ്റർ കുളമാവും. പിന്നെ ഞാൻ 1/4 കപ്പ് പാലാണ് ഇതിലേക്ക് ടോട്ടൽ ആഡ് ചെയ്യുന്നത്. ആദ്യം മൈദ ചേർത്തല്ലോ, പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്യുക. കുറച്ച് മൈദ ചേർക്കുക, കുറച്ച് പാലൊഴിക്കുക. അങ്ങനെ വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. അവസാനം കുറച്ച് മൈദ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അവസാനം മൈദ ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ആദ്യം ഞാനൊരു 1/4 ടീസ്പൂൺ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം എനിക്ക് നല്ല റെഡ് കളർ വന്നില്ല. ഇതിന് അത്യാവശ്യം നല്ല റെഡ് കളർ വേണമെങ്കിലേ ഫൈനൽ ലുക്ക് വരുള്ളൂ നല്ല രീതിയിൽ. അപ്പം ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അടുത്ത് ഞാൻ ജെൽ കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ കൂടുതലൊക്കെ ആഡ് ചെയ്താൽ ചിലപ്പോൾ കേക്ക് കഴിക്കാൻ സാധ്യതയുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ മാക്സിമം ആഡ് ചെയ്താൽ മതിയാവും. എന്നിട്ട് നല്ലോണം അത് മിക്സ് ചെയ്തിട്ട് അവസാനം നമ്മൾ മാറ്റി വെച്ച മൈദയുണ്ടല്ലോ, ആ മൈദയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് സ്പാച്ചില കൊണ്ട് ആ സൈഡിൽ പറ്റിയതൊക്കെ ഉണ്ടല്ലോ വിസ്ക് വെച്ച് മിക്സ് ചെയ്താൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പതുക്കെ മാത്രം എല്ലായിടത്തും ഒന്ന് ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനൊരു കേക്ക് ടിൻ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഞാനൊരു 8 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുക്കുന്നത്. ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഞാൻ ബട്ടർ പേപ്പറും കൂടി ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത ബാറ്റർ ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 30-35 പറ്റാവുന്നത്ര രീതിയിൽ നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടും. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ചൂടാകാൻ വെച്ച് കുക്കറിലോട്ട് ഇറക്കി വെക്കുക. കുക്കർ തന്നെ വേണമെന്നില്ല, വലിയ ഏതെങ്കിലും ഈ ടിന്ന് ഇറങ്ങുന്ന പാത്രം ആയാൽ മതി. അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് മുകളിൽ ഒരു വെയിറ്റും കൂടി എടുത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റും, പിന്നെ ഓരോരുത്തരുടെ ഫ്ലെയിം പോലെ എനിക്കൊരു 35 മിനിറ്റ് ലോ ഫ്ലെയിമിലൂടെ ഇട്ട് കഴിയുമ്പോൾ അത് റെഡിയായി കിട്ടും. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഷുഗർ സിറപ്പും വൈറ്റ് ഗനാഷും വിപ്പിംഗ് ക്രീമും ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കേക്ക് സെറ്റായി കഴിഞ്ഞപ്പോൾ ആറച്ചെടുത്തിട്ട് ഞാനൊരു 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ലെയർ മുകളിൽ പൊടിച്ചിടാനും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പം നമ്മുടെ റെഡ് വെൽവെറ്റ് ആണെങ്കിൽ സെയിം അളവിലാണ് ഷുഗറും വാട്ടറും എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്യും. അതാണ് ഒരു വൈറ്റ് കളർ വരുന്നത്. എന്നിട്ട് വിപ്പിംഗ് ക്രീം ആദ്യം വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കും. പിന്നെ വിപ്പിംഗ് ക്രീമിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കും. എങ്കിലേ റെഡ് വെൽവെറ്റിന് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് അകത്തും നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് കൊടുക്കും കേട്ടോ ഞാൻ വൈറ്റ് കോമ്പൗണ്ട്. കാരണം ഈ ഒരു റെഡ് വെൽവെറ്റിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ലൊരു ടേസ്റ്റ് തരും വൈറ്റ് കോമ്പൗണ്ട്. മാക്സിമം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാത്ത വൈറ്റ് കോമ്പൗണ്ട് നല്ല റിച്ച് ആയിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ ടേസ്റ്റ് വരും. എന്നിട്ട് പിന്നെ അടുത്ത ലെയറും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് 3ാമത്തെ ലെയറും കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആ ഒരു കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ക്ലീൻ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ക്രം കോട്ട് കൊടുത്തിട്ട് ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കിത് ഹാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട കേക്കാണ്. നമ്മളെപ്പോഴും ഈ ഒരു കേക്ക് ചെയ്തിട്ട് ഹാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ
നമ്മളത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. അല്ലെ കട്ട് ചെയ്യാൻ നേരത്ത് ലെയർ വിട്ട് പോവും, പിന്നെ അത് ബുദ്ധിമുട്ടാവും. അത് ആദ്യമേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കേക്ക് ബോർഡിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് കൂർത്തിരിക്കുന്നത് എങ്ങനെയാണോ വരേണ്ടത് അവിടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്യുക. നമ്മൾ ക്രം കോട്ടല്ലേ ചെയ്തിട്ടുള്ളൂ, ഇനി ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ അതൊന്നും കാണത്തില്ലല്ലോ. അപ്പം അങ്ങനെ രണ്ട് സൈഡ് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഹാർട്ട് ഷേപ്പ് വരുന്നിടത്തോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. നല്ല രീതിയിൽ വേണമെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന ഒരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ആ ഒട്ടേണ്ട സൈഡിലും നല്ല രീതിയിൽ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഈ ഒരു എവിടെയാണോ നമ്മളത് വെക്കുന്നത് ഹാർട്ട് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് അവിടെയും നല്ല രീതിയിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ ഇതവിടെ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ ഒട്ടിയിരുന്നോളും. കണ്ടോ, ആ മുറിച്ചെടുത്തതിൻ്റെ ഏകദേശം കുറച്ച് ബാക്കിലായിട്ടാണ് നമ്മളത് വെക്കുന്നത്. എന്നിട്ട് അടുത്തതും നമ്മളങ്ങനെ മുറിച്ചെടുത്തിട്ട് അവിടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ. നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാമെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ വന്നോളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ഹാർട്ട് ആക്കുന്നുണ്ടെങ്കിൽ വലിയ കേക്ക് ബോർഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം നോർമൽ 1 kg ആണെങ്കിൽ ഞാൻ 12 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ കട്ട് ചെയ്തൊക്കെ മാറ്റി വെക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ കേക്ക് ബോർഡിൻ്റെ പുറത്തേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അവസാനം നമ്മൾ ഫൈനൽ കോട്ട് കൊടുത്തിട്ട് സൈഡിൽ ജസ്റ്റ് നമ്മുടെ ഒരു ബ്രഷ് വെച്ചൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഇതുപോലെ നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ഈ ക്രംസ് ഞാൻ സെറ്റാക്കിയത് ആദ്യം ഞാൻ ലെയർ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് ജസ്റ്റ് ഒരു പാനിലിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ, മിക്സിയിലിട്ടിട്ട്. എന്നിട്ട് അത് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് സൈഡ് ഇതുപോലെ സ്ക്രൈപ്പറും കൊണ്ട് നല്ല രീതിയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ ബർത്ത്ഡേക്ക് ഒരു പെൺകുട്ടി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി തന്ന ഓർഡറാണേ.